നേർവീതി പ്രഭാഷണ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവയ്ക്കുന്നു. ശ്രദ്ധിച്ചാലും. യേശു ഉത്തരം പറഞ്ഞില്ല. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. യോഹന്നാൻ സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 6 മുതൽ അതിൻ്റെ 11 വരെ ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാൽ, മഹാപുരോഹിതന്മാരും സേവകരും അവനെ കണ്ടപ്പോൾ ക്രൂശിക്ക ക്രൂശിക്ക എന്ന് ആർത്തു വിളിച്ചു. പീലാത്തോസ് അവരോട്, നിങ്ങൾ അവനെ കൊണ്ടുപോയി കുരിശിപ്പീൻ, ഞാനോ അവനിൽ കുറ്റം കാണുന്നില്ല എന്ന് പറഞ്ഞു. യഹൂദന്മാർ അവനോട്, ഞങ്ങൾക്കൊരു ന്യായപ്രമാണമുണ്ട്, അവൻ തന്നെത്താൻ ദൈവപുത്രൻ ആക്കിയത് കൊണ്ട് ആ ന്യായപ്രമാണ പ്രകാരം അവൻ മരിക്കേണ്ടതാകുന്നു എന്ന് ഉത്തരം പറഞ്ഞു. ഈ വാക്ക് കേട്ടിട്ട് പീലാത്തോസ് ഏറ്റവും ഭയപ്പെട്ടു. പിന്നെയും ആസ്ഥാനത്തിൽ ചെന്ന്, നീ എവിടെ നിന്ന് ആകുന്നു എന്ന് യേശുവിനോട് ചോദിച്ചു. യേശു ഉത്തരവൊന്നും പറഞ്ഞില്ല. കർത്താവായ യേശുക്രിസ്തുവിനെ ഒരു പുറജാതിയായ, ഒരു ധൈര്യമില്ലാത്ത, വ്യവസ്ഥയില്ലാത്ത ഒരു മനുഷ്യൻ വിസ്തരിക്കുകയാണ്. കർത്താവായ യേശുക്രിസ്തു പ്രപഞ്ച സൃഷ്ടാവാണ്, പ്രപഞ്ച പരിപാലകനാണ്, അല്ലെങ്കിൽ സർവശക്തനും സർവജ്ഞാനിയും സർവവ്യാപിയുമാണ്. അവിടുന്ന് ന്യായാധിപനാണ്, രാജാവാണ്, രാജാതിരാജാവാണ്, പ്രപഞ്ചത്തിൻ്റെ ചക്രവർത്തിയാണ്, ദൈവരാജ്യം സ്ഥാപിക്കാൻ പോകുന്നവനാണ്. ക്രൈസ്തവരെന്നും പ്രാർത്ഥിക്കും, നിന്റെ രാജ്യം വരണമേ. തീർച്ചയായിട്ടും യേശുവാണ് ദൈവരാജ്യം സ്ഥാപിക്കാൻ പോകുന്നത്. അങ്ങനെയുള്ള യേശു കെട്ടപ്പെട്ടവനായി എന്ന് മാത്രമല്ല, തലയിൽ പരിഹാസത്തിൻ്റെ മുൾമുടി ചൂടപ്പെട്ടവനായി, ദേഹമെല്ലാം അടിച്ചു കീറപ്പെട്ടവനായി പീലാത്തോസിൻ്റെ മുൻപിൽ നിൽക്കുകയാണ്. പീലാത്തോസ് ആസ്ഥാനത്ത് ഇരിക്കുകയാണ്, പ്രപഞ്ച സൃഷ്ടാവ് നിൽക്കുകയാണ്. പീലാത്തോസ് ഒരു കാരണവശാലും യേശുവിനെ അടിപ്പിക്കാൻ പാടില്ലായിരുന്നു. ഒന്നുകിൽ അടി, അല്ലെങ്കിൽ കുരിശുകരണം. ഒന്നുകിൽ കുരിശുകരണം, അല്ലെങ്കിൽ അടി. പീലാത്തോസ് ധീരമായൊരു നിലപാട് എടുക്കുമായിരുന്നു. നിങ്ങൾ പറഞ്ഞ ചാർജ് അനുസരിച്ച് ഞാൻ ഇവനെ വിസ്തരിച്ചിട്ട് മരണശിക്ഷയ്ക്കുള്ള ഒരു തെറ്റ് ഞാൻ കാണുന്നില്ല, അതുകൊണ്ട് ഈ അടി ധാരാളം മതി എന്ന് ധീരമായി പറയാൻ പീലാത്തോസിന് കഴിയണമായിരുന്നു. പക്ഷെ നമുക്കറിയാം, ഇതെല്ലാം പിതാവായ ദൈവം നിയമിച്ചിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് പീലാത്തോസിന് അങ്ങനെ തോന്നുകയില്ല. ഇവിടെ പീലാത്തോസ് യേശുവിനെ വിസ്തരിച്ചപ്പോൾ ചോദിക്കുകയാണ്, നീ വാസ്തവത്തിൽ എവിടെ നിന്നാണ്? പീലാത്തോസിന് അറിയാം യേശു നസറേത്തുകാരനാണ്. പക്ഷേ പീലാത്തോസ് അതല്ല അർത്ഥമാക്കിയത്. നീ സ്വർഗത്തിൽ നിന്ന് വന്ന, ദൈവരാജ്യം സ്ഥാപിക്കാമെന്ന മശിഹയാണോ? അതാണ് ചോദ്യം. പക്ഷേ യേശു എന്താണ് മിണ്ടാതിരുന്നത്? യേശു ഒന്നാമത്തെ കാര്യം, തൻ്റെ രക്ഷയ്ക്ക് വേണ്ടി, കുരിശു മരണത്തിൽ നിന്ന് വിടുതൽ കിട്ടാൻ വേണ്ടി ആഗ്രഹിക്കുന്നില്ല. കാരണം യേശു കുരിശിൽ ഏറ്റവും ഹീനമായ മരണം അല്ലെങ്കിൽ നരകം അനുഭവിച്ചാലേ മനുഷ്യൻ്റെ നരകവും ശാപവും മാറുകയുള്ളൂ. അതുകൊണ്ടാണ് ഒന്നാമത് യേശു മിണ്ടാതിരുന്നത്. പിന്നെ ഇത് യെശയ്യാപ്രവചനം 53-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്, അറുക്കുവാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെയും രോമം കത്രിക്കും മുമ്പാകെ മിണ്ടാതിരിക്കുന്ന കുഞ്ഞാടിനെ പോലെയും ഞാൻ വായയെ തുറക്കാതിരുന്നു. അത് ക്രിസ്തു ജനിക്കുന്നതിന് 700 വർഷങ്ങൾക്ക് മുമ്പ് യെശയ്യാപ്രവാചകൻ യേശുവിൻ്റെ കഷ്ടാനുഭവങ്ങളെ അല്ലെങ്കിൽ യേശുവിൻ്റെ വിസ്താരത്തെ പ്രവചനാത്മാവിൽ കണ്ട് എഴുതിയിട്ടുള്ള കാര്യമാണ്. യെശയ്യാപ്രവചനം 53-ാം അധ്യായത്തിൽ യേശുവിൻ്റെ ഒരുപാട് പീഡാനുഭവങ്ങൾ പ്രവചന ആത്മാവിൽ എഴുതിയിട്ടുണ്ട്. 22-ാം സങ്കീർത്തനത്തിൽ ഒരുപാട് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. 69-ാം സങ്കീർത്തനത്തും അതുപോലെ യേശുവിൻ്റെ ഒരുപാട് കഷ്ടാനുഭവങ്ങൾ വിവരിച്ചിട്ടുണ്ട്. അപ്പോൾ കർത്താവായ യേശുക്രിസ്തു മൗനമായിരിക്കുകയാണ്. കാരണം യേശു എന്തെങ്കിലും ന്യായം പറഞ്ഞ് അവിടെ നിന്ന് കുരിശുമരണത്തിൽ രക്ഷപ്പെടുവാനായി യേശു ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ടാണ് യേശു
മൗനമായിരുന്നത്. ദേവദാസൻ പറഞ്ഞിട്ടുള്ളത് യേശു മൗനമായത് നാം മൗനമായി ഇരിക്കാതെ ഇരിക്കുന്നതിനാണ്. നാം മൗനമായിരിക്കരുത്. അങ്ങനെയൊരു സങ്കീർത്തനത്തിലുണ്ടല്ലോ, ഞാൻ മൗനമായിരിക്കാതെ നിനക്ക് സ്തുതി പാടേണ്ടതിന് തന്നെ ഞാൻ യഹോവയ്ക്കായി കാത്തിരുന്നു, അവനെങ്കിലേക്ക് നിലവിൽ കേട്ടു. അതിൻ്റെ താഴെ എഴുതിയിരിക്കുകയാണ്, ഞാൻ മൗനമായിരിക്കാതെ നിനക്ക് സ്തുതി പാടേണ്ടതിന് തന്നെ. അപ്പോൾ ഒന്നാമത് സഭാമധ്യേ യേശു ദൈവമാണ് എന്ന് വായിക്കൊണ്ട് ഏറ്റു പറയുക. രണ്ടാമത് നാം യേശുവിൻ്റെ ജലത്തിൽ സാക്ഷിച്ച ശേഷം ദൈവമക്കളുമായിട്ട് കൂട്ടായ്മ ആചരിക്കുക. ആ സമയത്ത് ദൈവവചനത്തിലൂടെ ധ്യാനചിന്തകളിലൂടെ നാം അവനെ മൗനമായിരിക്കാതെ സ്തുതിക്കുക. ഇതാണ് കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഇവിടെ യേശു നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി പീലാത്തോസിന് മുമ്പാകെ മൗനമായി ഇരുന്നത് നമുക്ക് ഓർത്ത് കർത്താവിനെ സ്തുതിക്കാം. കർത്താവിൻ്റെ വലിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.